നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലത്ത് 8 വയസ്സുകാരന് ക്രൂരപീഡനം, രണ്ടാനച്ഛൻ അറസ്റ്റിൽ. വികൃതി കാട്ടിയതിന് 8 വയസ്സുകാരനായ മകനെ ഇസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളലേൽപ്പിക്കുകയും ഇലക്ട്രിക് വയറുകൊണ്ട് അടിക്കുകയും ചെയ്ത രണ്ടാനച്ഛൻ അറസ്റ്റിൽ. ചവറ തെക്കുഭാഗം മാലിഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബത്തിലാണ് സംഭവം നടന്നത്. വിദേശത്തുള്ള കുട്ടിയുടെ അമ്മ ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയെ ചൈൽഡ് സെന്ററിൽ ഹാജരാക്കുകയും തുടർന്ന് പോലീസ് രണ്ടാനച്ഛനെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനിക്കും കൂട്ടുകാർക്കുമെതിരെ പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ചതിന് പോലീസ് കേസെടുത്തു. സുനിൽ, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവർക്കും അവരുടെ സുഹൃത്തുക്കൾക്കുമെതിരെയാണ് കേസ്. ഇവർ കോടതിയിൽ ഹാജരായ ശേഷം തിരികെ പോകുന്ന വഴിക്ക് തലശ്ശേരിയിലെ വിക്ടോറിയ ഹോട്ടലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് മദ്യപിക്കുകയായിരുന്നു. ആദ്യം തെളിവില്ലെന്ന് പറഞ്ഞ് കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചിരുന്നു. പിന്നീട് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ഷവർമ കടകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തി. കഴിഞ്ഞ 5, 6 തീയതികളിൽ രാത്രികാലങ്ങളിൽ നടത്തിയ 1557 പരിശോധനകളിൽ 45 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. കൂടാതെ 256 സ്ഥാപനങ്ങൾക്ക് നോട്ടീസും 263 സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകിയിട്ടുണ്ട്. പച്ചമുട്ട കൊണ്ടുള്ള മയോണൈസ് നിരോധിച്ചിട്ടുണ്ടെന്നും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഷവർമ പാചകം ചെയ്യാനോ വിൽക്കാനോ പാടില്ലെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിൽ വ്യാജ വോട്ടുകൾ ഉണ്ടെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധിയും കർണാടക കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ബാംഗ്ലൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകളും അനുബന്ധ രേഖകളും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരാതിയിന്മേൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. ചീഫ് ഇലക്ടറൽ ഓഫീസർ കെ അൻപുകുമാർ രാഹുൽ ഗാന്ധി ഉന്നയിച്ച രേഖകൾ പരിശോധിച്ചു വരികയാണെന്ന് ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ അറിയിച്ചു. പത്തനംതിട്ട ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. നവംബർ 15, 2024 അമ്മു മരിച്ചത്. ആത്മഹത്യാ പ്രേരണക്ക് 3 സഹപാഠികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയതിനെ തുടർന്നാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയത്. അധ്യാപകർക്കും മരണത്തിൽ പങ്കുണ്ടെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. ചെന്നിത്തല ചെട്ടിക്കുളങ്ങര അതിർത്തിയിലെ അച്ചൻകോവിലാറ്റിൻ കീച്ചേരൽ കടവ് പാലം നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ 3 പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടെസ്സി തോമസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീജിത്ത് എസ്, ഓവർസിയർ യതിൻ കുമാർ വൈ എന്നിവർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത്. പൊതുമരാമത്ത് മന്ത്രി P.A. മുഹമ്മദ് റിയാസ് ആണ് ഈ നടപടി പ്രഖ്യാപിച്ചത്. കൂടാതെ പാലം നിർമ്മാണ കരാറുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയും അധികാരികളും തമ്മിലുള്ള തർക്കത്തിൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ KV വിശ്വനാഥ് പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും വാർത്താ സമ്മേളനത്തെ ന്യായീകരിച്ചു. വാർത്താ സമ്മേളനം അനുചിതമായി തോന്നിയില്ലെന്നും അതിനിടെ താൻ ഫോണിൽ വിളിച്ചത് ദുരുദ്ദേശത്തോടെയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാത്രം മാധ്യമങ്ങളോട് പറഞ്ഞാൽ മതിയെന്ന് നിർദ്ദേശിക്കാനാണ് താൻ വിളിച്ചത്. മാധ്യമങ്ങൾക്ക് പരമാവധി പിന്തുണ നൽകും KN ബാലഗോപാൽ. മാധ്യമങ്ങൾ സ്വതന്ത്രമായും ശക്തമായും നിൽക്കണമെന്നതാണ് കേരളത്തിന്റെ നയമെന്നും അതിന് പരമാവധി പിന്തുണ സർക്കാർ നൽകണമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച പ്രതിഭാ സംഗമവും ഫെലോഷിപ്പ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.